أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മളിപ്പോൾ മർക്കസ് നോളജ് സിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പറിന്റെ വിശേഷങ്ങളാണ് നമ്മളെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉപരി ഏകദേശം 4000-ഓളം ആളുകൾ ഡെയിലി ഇഫ്താറിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ വ്യത്യസ്ത ഏരിയകൾ കാസർഗോഡ്, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ വണ്ടീസും സംവിധാനങ്ങളും കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഫുഡ് സെർവ് ചെയ്യുന്ന വിഷയത്തിലും അവരെ വെൽക്കം ചെയ്യുന്ന വിഷയത്തിലും കൃത്യമായിട്ട് ഇടപെടാറുണ്ട്. ഒരു വളരെ റാഹത്തോട് കൂടിയിട്ട് വന്ന് 5 പേർ ഒന്നിച്ച് ഒരു തളികയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, ആ സ്നേഹം പങ്കിടുക. അതേസമയത്ത് മർക്കസും നോളജ് സിറ്റിയും സമൂഹത്തിന് നൽകുന്ന ഒരു കൾച്ചറൽ മെസ്സേജ് ഉണ്ട്. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഇടപെടുന്ന അതും കൂടെ നൽകുന്ന ഒരു രൂപമാണ്. കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സമീർ സഖാഫിയുടെ നേതൃത്വത്തിലായി നടക്കുന്ന 20 റക്അത്ത് തറാവീഹ് ഉണ്ട്. 2 മണിക്കൂർ കൊണ്ട് ഒരു ജുസ് ഡെയിലി ഓതി തീർക്കുന്ന രൂപത്തിലുള്ള തറാവീഹിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളാണ് കൂടുതലായിട്ടും നമ്മുടെ ഡെയിലി ഇഫ്താറിൽ വരികയും വോളണ്ടിയേഴ്സ് ആയിട്ട് പോലും സർവീസ് ചെയ്യുന്ന രൂപത്തിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇഫ്താർ മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടുമാണ് ഇതിന് വളരെ സന്തോഷത്തോടെ എല്ലാ അത്യാവശ്യം എല്ലാവരും മദ്രസയിൽ വരാറുണ്ട്. അതോടൊപ്പം തീർച്ചയായും വന്ന് ജസ്റ്റ് പള്ളിയും നോളജ് സിറ്റിയിലെ എല്ലാ എൻറ്റിറ്റിയും പരിചയപ്പെടുകയും ചെയ്യാണ്, പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്യാണ്. അതേസമയത്ത് 17 രാവിലെ, അതായത് 17-ാം തീയതി നടക്കുന്ന ഒരു ബദൽ കുറയുണ്ട് തിങ്കളാഴ്ച. ഏകദേശം 313 ആളുകളും 25,000-ഓളം പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരേ സമയത്ത് അവർക്ക് ഒന്നിച്ചുള്ള ഇഫ്താറും ഒന്നിച്ചുള്ള ജമാഅത്ത് നിസ്കാരവുമാണ് അന്ന് ഇവിടെ നടക്കുന്നത്. ബദൽ നല്ല ക്രൗഡ് 25,000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ വൺ ടൈം ഇഫ്താർ നടക്കുകയാണ്, ജമാഅത്തും മഗ്‌രിബ് നിസ്കാരവും എടുത്ത് നടക്കുകയാണ്. അന്ന് 12 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി കംപ്ലീറ്റ് ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇഫ്താറിലേക്ക് പരിസരവാസികളും മറ്റൊക്കെ നമ്മുടെ ഇഫ്താറിൽ കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ കാണുന്ന ടീമാണ് ഇതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും സേവനം ചെയ്യുന്നത് കൃത്യമായിട്ട്. അതായത് ഇപ്പൊ ഒരു മഴ പെയ്യാനും പോലും കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം, ആ ടീം ഇടപെട്ടുകൊണ്ട് വേറൊരു പ്ലേസിലേക്ക് നമ്മുടെ സിറ്റീസ് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. ടീമാണ് ഒരു ടീം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ സപ്പോർട്ടായിട്ടുള്ള തീർച്ചയായിട്ടും. ഒരു അരമണിക്കൂറിനുള്ളിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. 6 മണിക്ക് ശേഷമാണ് ഏകദേശം സെറ്റ് ചെയ്യുന്നത്. മഗ്‌രിബിന്റെ ശേഷവും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ട്. അവർക്കും കൃത്യമായിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുള്ളതാണ്. കൃത്യമായിട്ട് വോളണ്ടിയേഴ്സ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അഥവാ ഇപ്പം തന്നെ നമുക്കറിയാം ഏകദേശം ക്രൗഡ് എത്ര വരും എന്നുള്ളത്. അത് നമ്മൾ മഗ്‌രിബ് ആവുന്നതോടുകൂടി ഫുഡ് പെട്ടെന്ന് തന്നെ ഫുഡ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് മഗ്‌രിബ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സിസ്റ്റവും ഉണ്ട്. ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങള് പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വല്ലപ്പുഴ പൊട്ടശ്ശറ മൂളൂർ മഹലിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ജോലി തിരക്ക് കാരണം കാണാൻ പറ്റില്ല. കഴിഞ്ഞ വർഷമൊക്കെ പ്രത്യേകം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ ഇന്നൊരു ഒഴിവ് ദിവസം കണ്ടപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങള് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇത്രയൊരു വീട് ഞാൻ കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. നമ്മള് സൗദി അറേബ്യയിലൊക്കെ വർക്ക് ചെയ്താണ്, അവിടെയൊക്കെ കണ്ടിട്ടൊന്നല്ലാതെ സമൂഹ നോമ്പ് തുറയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭക്ഷണ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ ഹാപ്പി. ആദ്യമായിട്ട് സുഹൃത്ത് അൻവറാണ്, അമീറാണ്. ഞങ്ങൾ കാറ്ററിംഗ് UM കാറ്ററിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിലുള്ള വല്ലപ്പുഴ മൂളൂരിലെ UM കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഞങ്ങളാണ് മാനേജ് ചെയ്ത് പോകുന്നത്. ഫുഡ്പരമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സംഭവം. ഇത്രയും ഫുഡ് ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കേണ്ടപ്പോ ഭയങ്കര അത്ഭുതം തോന്നിയാണ്. ഇത്രയും പേര് 3000 ആള് 4000 ആള് ഡെയിലി കണ്ടിന്യൂ ചെയ്തിട്ട് പോകണ്ടേ. ഭയങ്കര ഹാപ്പി ആയി സംഭവം കണ്ടപ്പോ. ആണെന്നുള്ള ആഗ്രഹത്തോടെ വന്നാണ്, ഇതിനായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതാണ്. വളരെ ഹാപ്പി എക്സ്പീരിയൻസ് അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. മഹാന്മാരായ പണ്ഡിതർ ഉണർത്തി മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ റഹ്മത്ത് ചൊരിയാൻ, റഹ്മത്ത് പെയ്തിറങ്ങാൻ കാരണമാകുമെന്ന് മഹാന്മാരെ പറയാനും അത് മുഖേന അല്ലാഹുവിൻ്റെ ധാരാളം റഹ്മത്തുകൾ ലഭിക്കാനും നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മത്തിൻ്റെ 10-ലെ അവസാനത്തെ സമയത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിനോട് റഹ്മത്ത് ഇനിയും നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ
اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا ഹലാലായ മുറാദുകളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരിടപെടുന്ന മേഖലകളിലൊക്കെ അല്ലാഹു തആല നല്ല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിലും പരിപാലനത്തിനൊക്കെ സഹായിച്ചതിൽ മരണപ്പെട്ടവർക്ക് റബ്ബ് തആല മഗ്ഫിറത്തും മർഹമത്തും അവന്റെ ഔദാര്യമായി നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളി അതിന് ഒരു വർഷത്തിൽ 2.5 കോടി രൂപയോളം ഇതിന്റെ പരിപാലനത്തിന് ചിലവ് വരുന്നുണ്ട്. 73 സ്റ്റാഫുകൾ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉണ്ട്. റമദാനിൽ ഇതിനു പുറമെ 1.5 കോടി രൂപയാണ് ഈ നോമ്പ് തുറക്കും മറ്റുമായി ചെലവാകുന്നത്. എല്ലാ വിഷയങ്ങളിലേക്കും മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. റബ്ബ് തആല സഹായിക്കുന്നവരെയൊക്കെ സഹായിക്കുമാറാവട്ടെ. പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ അല്ലാഹു തആല ഇതൊക്കെ ഈ സഹായങ്ങൾ അല്ലാഹു തആല ഒരു കാവലാക്കുമാറാവട്ടെ. നമുക്കും സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ജഗ്ഗിൽ നമുക്ക് ഒരു നമ്പർ അവിടെ കാണാം, 7510 600 606. ഇവിടെ QR കോഡും ഉണ്ട്. അത് ഈ സഹായം അറിയിക്കാനും ഉപയോഗിക്കാവുന്നതാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തും. അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരിൽ ഖബറുകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. സന്തോഷങ്ങളാണെങ്കിൽ നമുക്കും അവർക്കും നരകം സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് റബ്ബ് തആല നൽകുമാറാകട്ടെ. 5 പേര് തളികയുടെ ചുറ്റുമില്ലാത്തവർക്ക് ഒന്ന് കൈ ഒരു മിനിറ്റ് ഉയർത്തിയാൽ ഉപകാരമാണ്. നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വലങ്കൈകൾ കിതാബ് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കും അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ലഭിക്കാവുന്ന സൗഭാഗ്യവാന്മാരെ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നിങ്ങളെയും അവരെയൊക്കെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങളുടെ ഉലമാ പലരും യാത്രയിലാണ്, വിദേശയാത്രകളിലാണ്. റബ്ബേ എല്ലാവരുടെ യാത്രകളിലും നീ നല്ല ഹിഫ്ളും ഹിമായത്തും നൽകണേ അല്ലാഹ്. ഹക്കീം അസ്ഹരി ഉസ്താദ് നാളെ നാട്ടിലെത്തും. റബ്ബേ യാത്രകളിലാണ്, അവരുടെ യാത്രകളിലൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ പള്ളിക്കും ഇതുപോലെ ആയിരക്കണക്കിന് പള്ളികൾക്ക് കാരണക്കാരനായ ശൈഖുന റബ്ബേ അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവരുടെ യാത്രകളിലും ജീവിതത്തിലെ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഹിഫ്ള് من دعوة لا يستجاب لها. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ساهم في بناء هذا المسجد وفي عمارته. ربي ഒരുപാട് ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ ഭക്തിന്റെ അവസാന സമയത്താണ് ഞങ്ങളുള്ളത്. റഹ്മത്ത് റബ്ബേ ഞങ്ങൾക്കില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ ഞങ്ങൾക്ക് വിജയം സാധ്യമല്ല റബ്ബേ. ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമായി ധാരാളം റഹ്മത്തുകൾ രഹസ്യമായ എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ
അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നീ പരിപൂർണമായ ആജിലായ ശിഫ നൽകണേ അള്ളാഹുവെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹുവെ. ഞങ്ങളുടെ മാതാപിതാക്കൾ വല്ലുപ്പ ജ്യേഷ്ഠാന നോമ്പ് 16-ന് ഉച്ച മുതൽ ഇവിടെ വലിയ പ്രോഗ്രാം നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. 17-ാം രാവ് എല്ലാവരും 25,000-ൽ പരം ആളുകൾ 30,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ നോമ്പ് തുറ ഇവിടെ വെച്ച് നടക്കും. അതിന് എല്ലാവരും പങ്കെടുക്കണം. നമ്മൾ അറിയുന്നവരെയൊക്കെ ആ വിഷയം അറിയിക്കണം. റബ്ബ് തആല നമ്മുടെ എല്ലാ പദ്ധതികളും പരിപാടികളും നോമ്പ് തുറകളും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന് സഹകരിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് അവൻ ഇതെല്ലാം صراطك المستقيم صلى الله عليه وعلى شاهدا علينا واجعله حجة لنا لا حجة علينا اللهم أعتق رقابنا واشغل بالاعتبار أفكارنا وخلي ഏറ്റവും ശ്രേഷ്ഠതയുള്ള വനിതയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അത്തരയുടെ പേരിലേക്കൊരു ഫാത്തിഹ ഇലാ ഹദറത്തിഹ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط. صلى الله عليه وسلم തങ്ങൾക്ക് ഏറെ ശക്തി പകർന്ന ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഊർജം പകർന്നു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി